ഈശോയിൽ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. പിതാവായ ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 23, 4, 5 തിരുവചനങ്ങൾ. 23-ാം സങ്കീർത്തനം 4, 5 തിരുവചനം. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ, ഞാൻ ദൈവത്തോടൊപ്പമാണ് നടക്കുന്നത് എന്ന് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ അവന് ദൈവം എന്തെല്ലാം നൽകും, അവൻ്റെ സാമ്പത്തിക മേഖല എങ്ങനെ സമർത്ഥമാകും എന്നുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ ശ്രവിക്കുന്നത്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. ഞാൻ എത്ര പ്രതിസന്ധികളിലൂടെയും എത്ര പ്രയാസങ്ങളിലൂടെയും മരണം പോലും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ നടക്കുന്നതെങ്കിലും എൻ്റെ ദൈവം, എന്നെ സൃഷ്ടിച്ചവൻ, എൻ്റെ പിതാവായ കർത്താവ് എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. കാരണം അങ്ങാണ്, ആ ദൈവമാണ് എൻ്റെ ഊന്നുവടിയായും ദണ്ഡുമായും എനിക്ക് ഉറപ്പേകുന്നത്. കാലുവയ്യാത്ത ഒരു വ്യക്തി ഊന്നുവടികൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രായമായവർ ഒരു താങ്ങായി ഊന്നുവടി ഉപയോഗിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഊന്നുവടി ഒരു ബലം നൽകുന്നത് പോലെ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടിയാണ്, മരണം പോലും എന്നെ പിടിക്കാം എന്നുള്ള അവസ്ഥയിൽ ഞാൻ നടക്കുമ്പോൾ പോലും എൻ്റെ ദൈവമായ കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തുന്നു എന്ന് ഞാൻ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ആ ദൈവം എനിക്ക് നൽകുന്ന അനുഗ്രഹം എന്താണ്? എനിക്ക് മുന്നിൽ എത്ര ശത്രുക്കളുണ്ടായാലും, എനിക്ക് മുന്നിൽ എന്ത് പ്രതിസന്ധികളുണ്ടായാലും അതെല്ലാം ദൈവം എടുത്തു മാറ്റുകയും ആ ലോകത്തിൻ്റെ മുന്നിൽ എനിക്ക് നല്ല ഒരു വിരുന്നൊരുക്കുകയും സമൃദ്ധമായ ഒരു വിരുന്നൊരുക്കുകയും ചെയ്യും. എന്നെ അവൻ്റേതാക്കി മാറ്റുന്നതിന്, എന്നെ ശ്രേയസ്സുള്ളവനാക്കി മാറ്റുന്നതിൻ്റെ എൻ്റെ തലയിൽ അവൻ തൈലം പൂശും. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകും. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ പരിപാലനയിലായിരിക്കുമ്പോൾ സമൃദ്ധിയുടെ നിറകുടമായി എൻ്റെ മുന്നിലുള്ളതെന്തും സമൃദ്ധമായി കവിഞ്ഞൊഴുകുന്ന പോലെ, സമ്പത്താണേലും ധനമാണേലും വ്യാപാര മേഖലയാണേലും എന്താണേലും ഒന്നിനും ഒരു കുറവുമില്ലാതെ സമൃദ്ധിയുടെ പര്യായമായി നിറഞ്ഞൊഴുകുന്ന പുഴ പോലെ നിന്റെ ജീവിതം അനുഗ്രഹപ്രദമായി മാറും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കഷ്ടതകളെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചും ആകുലപ്പെടുന്നതിന് പകരം എൻ്റെ കർത്താവ് എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്, ഈ കഷ്ടതകളിലും അവൻ എന്നെ പരിപാലിക്കും എന്ന് വിശ്വാസം ഡിക്ലെയർ ചെയ്യുമ്പോൾ നിനക്ക് സമൃദ്ധിയുണ്ടാകും.
നിൻ്റെ സാമ്പത്തിക മേഖല ഉയർത്തപ്പെടും. നിൻ്റെ ധനമേഖല സമൃദ്ധമായിട്ട് ഒരു കടബാധ്യതകളും ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നിനക്ക് ധാരാളം സമ്പത്ത് ലഭിക്കും. നീ ചെയ്യുന്നതെല്ലാം അനുഗ്രഹപ്രദമായി മാറും. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ കൈപിടിച്ച് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.